ഞാനും ഭാര്യയായിരുന്നു. ഞങ്ങൾ മേലെ ഓടിക്കേറി ഓടിക്കും റിസോർട്ടിന്റെ ഹലോ അല്ല, ഞങ്ങള് പണങ്ങോട. ഇത് കുടുംബക്കാരാ. പിന്നെ അളിയന്റെ ഭാര്യന്റെ ഏടത്തിയ, പിന്നെ ഒന്ന് ഭർത്താവാണ്, എന്റെ പെങ്ങളാണ്. മനീഷ്, ഒരുപാട് ബന്ധുക്കളെ കാണാം മനീഷ്, ദുഃഖാർത്തരായി നിൽക്കുന്നവരെ. തീർച്ചയായും ഒരുപാട് പേരുണ്ട്. ഈ ചിലർ ഇതിൽ നിന്നും വളരെ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എവിടെയായിരുന്നു വീട്? നമ്മൾ ചൂരമലയല്ല, നമ്മളെ വീട്ടിന്റെ താഴെയാണ് എല്ലാം ഇത് വലിച്ചു പോയിക്കുന്നത്. അവിടെ അതിന്റെ ആ ഭാഗത്താണ് വന്നിട്ട് നമ്മളെ വീട്ടിന്റെ അവിടേക്കെല്ലാം താഴേക്കുള്ള വീടൊക്കെ പോയി. നമ്മളൊക്കെ രക്ഷപ്പെട്ടു വന്ന ഇവിടുന്ന് വന്നത്. നമ്മളെ വീടൊക്കെ മേലെയാ. ഞങ്ങള് കുറെ വീടുകളുണ്ടായിരുന്നു. നമ്മളെ അലിയനൊക്കെ പോയി, മരിച്ചുപോയി. അലിയനവിടെ പിന്നെ അലിയന്റെ ഭാര്യ, 2 കുട്ടികള്, മകനും മരിച്ച്. ഒരാൾ മാത്രം മനസ്സിലുണ്ട് ഇപ്പൊ. പരിക്കാടെ ആ വീട് പൂർണ്ണമായിട്ടും പോയി, മൊത്തം പോയി. മാറാൻ പറ്റില്ല. ചിലവരൊക്കെ രാത്രി പശത്തെ മഴയ്ക്ക് കഴിച്ചിലായി, ചിലവര് കഴിച്ചിലായിട്ടില്ല. ഞാൻ ദിവസം മേലെയായിരുന്നു. ആ ഭാഗത്തേക്ക് അധികം എത്തിയില്ല. ഈ അളിയന്റെ വീടിന്റെ ഭാഗത്തൊക്കെ അവിടെയൊക്കെ പോയി, വീടൊന്നും ഇല്ല. ഒക്കെ പോയി, അടുത്തൊക്കെ എല്ലാം പോയി, ഒന്നുമില്ല. കഴിഞ്ഞു അവരുടെ നടപടികളൊക്കെ കഴിഞ്ഞു. ഇന്നലെ ദയിപ്പിച്ചു. ഇന്നലെ മാത്രം 5 പേരോ അല്ലേ? 5 പേരുണ്ട്. 5 പേര് മരിച്ചു. ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് ഭാര്യയാണ്, അവന്റെ അലിയന്റെ മോന്റെ ഭാര്യ. അനുമോദിലേക്ക് കൂടി ഒന്ന് പോകണം. അനുമോദുള്ളത് മുണ്ടക്കൈയിലാണ്. ദുരന്തം ഏറ്റവും കൂടുതൽ ബാധിച്ച പ്രദേശം. ഒരു മേഖല മൊത്തം ഒലിച്ചു പോയത് നമ്മൾ കാണുന്നുണ്ട് രാവിലെ മുതൽ ദൃശ്യങ്ങളിലൂടെ. ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? അനുമോദ്, എന്താണ് ഏറ്റവും പുതിയ വിവരം രക്ഷാപ്രവർത്തകരുടെ? രഞ്ജിത്ത്, ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് പുറത്തേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. സന്നദ്ധ പ്രവർത്തകരും സൈന്യവും എല്ലാം ചേർന്ന് ഒരു മൃതദേഹം ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. ഇനി ഇത്തരം കാഴ്ചകളായിരിക്കും നമുക്ക് ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുണ്ടാവുക. കാരണം അത്രമാത്രം വീടുകൾ ഇവിടെ മണ്ണിനടിയിലുണ്ട്. അത്രമാത്രം കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു മേഖലയിലെത്തിയ രക്ഷാപ്രവർത്തകർ പല വീടുകളിലും ആളുകളുണ്ട് എന്ന ഒരു കണ്ടെത്തലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ വീടുകളുടെ മേൽക്കൂര പൊളിച്ചും മറ്റുമാണ് ഇപ്പോൾ അവിടേക്ക് ഇറങ്ങി അവിടെ എത്തി ഈ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന നടപടി ഇവിടെ പുരോഗമിക്കുന്നത്. ഈ കയർ വഴി കൈമാറിയാണ് അവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് അതായത് ഈ ഒരു മലയുടെ താഴേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്നത്. ഏറ്റവും ശ്രമകരമായ ജോലിയാണ് ഇനി മുതൽ ഇവിടെ ആരംഭിക്കുന്നത്. പല കെട്ടിടങ്ങളും പാതി തകർന്ന അവസ്ഥയിലാണ്. അവിടേക്ക് പ്രവേശിക്കാൻ ഒരുപക്ഷെ കഴിഞ്ഞേക്കില്ല. കാരണം എപ്പോൾ വേണമെങ്കിലും അത് ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. പക്ഷേ അവിടെയെല്ലാം ആളുകളുണ്ട് എന്ന കണക്കുകൂട്ടലിൽ അത്തരത്തിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ഇത് 2ാം ദിവസമാണ്. അങ്ങനെ ആളുകൾ മരിച്ച് കിടക്കുന്ന ഇടങ്ങളാണെങ്കിൽ നമുക്ക് ഗന്ധം, മണം അത്തരത്തിൽ അവിടെ നിന്നൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ മൃഗങ്ങൾ, നായ്ക്കളൊക്കെ ഏതെങ്കിലും ഒരു പ്രദേശം കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ആ മേഖലകളിൽ കേന്ദ്രീകരിച്ച് തെരച്ചിൽ, അങ്ങനെ ആളുകളുണ്ട് എന്ന് കണക്കാക്കുന്ന ഇടങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോഴത്തെ ഈ പരിശോധന നടത്തുന്നത്. വലിയ ശ്രമകരമായ ദൗത്യമാണ്. കാരണം പാതി ഇടിഞ്ഞ കെട്ടിടങ്ങൾക്ക് മുകളിൽ കയറിയാണ് ഇവർ അവരുടെ ജീവൻ പണയപ്പെടുത്തിയാണ് സത്യത്തിൽ ഈ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. നിലത്ത് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. മുട്ടറ്റം ചേറാണ്, ചളിയാണ് ഉള്ളത്. അതിനിടയിലൂടെ വേണം ഈ ഒരു രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ. വലിയ ദൗത്യം.
കൂടുതൽ സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തുന്നു, സന്നദ്ധ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നു. പക്ഷേ ഇവിടുത്തുകാരായ ആളുകൾ ഉണ്ടെങ്കിൽ കുറെ കൂടി ഈ ദൗത്യം എളുപ്പത്തിലാകും. കാരണം ഏതെല്ലാം വീടുകളിൽ ആൾതാമസമുണ്ട്, ആരെല്ലാം ആ താമസമുണ്ട് എന്നൊക്കെ അവർക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകൾ പക്ഷേ ഇവിടെ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം നിങ്ങൾ ഇവിടുത്തുകാരനാണ് കേട്ടോ, താഴ്ന്നല്ലേ? ഇവിടെ ഉണ്ടായിരുന്നവരൊക്കെ കഴിഞ്ഞ ദിവസം സുരക്ഷിതാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ നമ്മളോട് ഇവിടുത്തെ സൈനികർ പറഞ്ഞൊരു കാര്യം, പല വീടുകളിൽ നിന്നും അത്തരത്തിലെ ആളുകളെ ഇനി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, കൊണ്ടുവരാനുണ്ട് എന്നുള്ളതാണ്. കാരണം അവിടേക്ക് ഇറങ്ങാൻ കഴിയാത്തത് കൊണ്ട് മാത്രം അവരെ പുറത്തെടുക്കാൻ കഴിയാത്ത വാർത്തകളായിരിക്കും ഇവിടെ നിന്നും പങ്കുവെക്കേണ്ടി വരിക. ഈ മണ്ണിനടിയിൽ, ഈ വീടുകൾക്കിടയിൽ, അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ ജീവൻ നഷ്ടമായവരുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ കണ്ടെത്താൻ, അവരുടെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുക, അവരുടെ ശേഷിപ്പുകൾ കണ്ടെത്തുക, അതിന് വേണ്ട നടപടികളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത്. രണ്ട് തരത്തിലാണ് രക്ഷാപ്രവർത്തനം. നമുക്കറിയാം, ജീവനുള്ളവരെ സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുക ആദ്യ ഘട്ടമാണ്. അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ദുരന്തമുണ്ടായ മേഖലയിൽ അവിടെ കുടുങ്ങിക്കിടന്ന ആളുകളെ, അല്ലെങ്കിൽ അവരുടെ ജീവൻ വെടിഞ്ഞ ആളുകളെ കണ്ടെത്തി പുറത്തെത്തിക്കുക. അപ്പോൾ അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്. എന്താണെങ്കിലും കൂടുതൽ സൈനികരെത്തുന്നതോടെ ഈ ഒരു മേഖലയിൽ കൂടുതൽ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. നമ്മൾ കാണാം, ഒരു കയറിട്ട് ആ മേൽക്കൂരയ്ക്ക് താഴെ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങാനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. വലിയ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ഇതിൻ്റെ അടിത്തറയൊന്നും ഇല്ല പല കെട്ടിടങ്ങൾക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതൊക്കെ ഇടിഞ്ഞു പോവുകയും ചെയ്യും. ആ ഇടത്താണ് സൈനികരും സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇത്രയും റിസ്ക് എടുത്ത് തന്നെ ഈ ഒരു പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ആ ഒരു റോപ്പ് അവിടെ മുറുക്കി കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ റോപ്പിലൂടെയാണ് അവിടേക്ക് ആളുകൾ പോവുകയും വരികയും ചെയ്യുക. നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ ഒരു പുഴയ്ക്ക് കുറുകെ റോപ്പ് കെട്ടി ആളുകളെ കടത്തിയിരുന്നത്. അത് ഇവിടെ പുഴയില്ലെന്നേ ഉള്ളൂ, പക്ഷേ ചളി പുഴ പോലെ ഒഴുകുന്നില്ല എന്ന് മാത്രം. അത്രമാത്രം ആഴമുണ്ട്, അത്രമാത്രം തണുപ്പുണ്ട്. നമുക്ക് ഇവിടുത്തെ ഒരു ഭൂഘടന എന്താണെന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട്. ചവിട്ടി നിൽക്കുന്നതിന് താഴെ കിണറുണ്ടോ എന്ന് പോലും അറിയാത്ത അവസ്ഥയുണ്ട്. വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ്, ഇതൊക്കെ ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം ഇവിടെ പുരോഗമിക്കുന്നത്. ആ വീട്ടിൽ ഇനിയും മൃതദേഹങ്ങൾ പുറത്തെടുക്കാനുണ്ട് എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് സൈന്യം അവിടെ കേന്ദ്രീകരിച്ചിപ്പോൾ പ്രവർത്തിക്കുന്നത്. ആ ഒരു വീടിൻ്റെ മേൽക്കൂര നീക്കി അതിനുള്ളിലേക്ക്